മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തേജോവധം ചെയ്യാൻ വേണ്ടി മട്ടാഞ്ചേരി മാഫിയയിൽ നിന്ന് കപ്പ മേടിക്കുന്ന ചേർത്താങ്കുഞ്ഞെ ഒരു കാര്യം നിന്നോട് ഞാൻ ചോദിക്കട്ടെ, എത്ര തന്തയാണ് നിനക്ക്? മലയാള സിനിമയുടെ ദ കംപ്ലീറ്റ് ആക്ടർ ലഫ്റ്റനന്റ് കേണൽ ഫഹദ് മോഹൻലാൽ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ, അദ്ദേഹം നടന വിസ്മയം തന്നെയാണ്. ആ ഒരു വ്യക്തിക്കെതിരെ ഒരുപാട് നിരന്തരമായ വേട്ടയാടലുകളാണ് മലയാള സിനിമയിൽ തന്നെ ഈ ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തുള്ള സൈബർ ആക്രമണം വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. വയനാട് ഇത്രയും വലിയൊരു പ്രശ്നം നടന്നപ്പോൾ നമ്മുടെ ലാലേട്ടൻ ആ ഒരു പ്രശ്ന ബാധിതമായ ഒരു സ്ഥലത്ത് സന്ദർശിച്ചപ്പോൾ മിലിറ്ററി യൂണിഫോമിലാണ് വന്നത്. ആ ഒരു യൂണിഫോമിനെ പോലും അജു അലക്സ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി പരസ്യമായിട്ട് അവഹേളിക്കുകയായിരുന്നു. അതുപോട്ടെ, മോഹൻലാൽ എന്ന് പറഞ്ഞ നായകനെ അപമാനിച്ചാൽ കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ സിനിമ കാണുമ്പോൾ പല പ്രേക്ഷകർക്കും പല അഭിപ്രായമാണ്. ചിലവർക്ക് സിനിമ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് സിനിമയെ ചിലപ്പോൾ മോശമായിട്ട് പറയുന്നവർക്കാണ്, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതല്ലാതെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് കയറി ചെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള അമ്മയെയും വൈഫിനെയും മക്കളെയും ഒക്കെ തീരെ മോശമായ രീതിയിൽ പറയുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു വ്യക്തിക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ അജു അലക്സ് ഇപ്പോൾ എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെയുള്ള ഓരോ നായകന്മാരെയും ടാർഗറ്റ് ചെയ്ത് വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിനെല്ലാം ഒരു തിരശീല എന്ന് തന്നെ ഇരിക്കട്ടെ അജു അലക്സിൻ്റെ അറസ്റ്റ്. കാരണം തെറ്റ് ചെയ്തവൻ അവൻ ശിക്ഷിക്കപ്പെടണം. ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആ സിനിമയിലെ നായകനെ നമുക്ക് പരാമർശിക്കാം, അതിൻ്റെ ഡയറക്ടറിനെ നമുക്ക് വിമർശിക്കാം, എന്ത് കാര്യങ്ങൾ വേണോ നമുക്ക് ചെയ്യാം, അതൊക്കെ നമ്മുടെ റൈറ്റാണ്. പക്ഷെ അതല്ലാതെ ഈ ഒരു നായകൻ്റെ പേഴ്സണൽ ലൈഫിലോട്ട് കയറി ഒരു ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ തേജോവധം ചെയ്യുക എന്ന് പറയുന്നത് അത് നല്ലൊരു പ്രവൃത്തിയല്ല എന്നാണ് ട്രാവൻകൂർ സിനിമാസിൻ്റെ എൻ്റെയും നിലപാട്. ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ തന്നെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തിന് എന്തെല്ലാം പറയാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞ് പരമ പുച്ഛത്തോടു കൂടി കാണുന്ന ഇവനെയൊക്കെ ജയിലിൽ തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.